കല്യാശ്ശേരി മണ്ഡലത്തിലെ ഉപ്പുവെള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിയമസഭയിൽ എം വിജിൻ എംഎൽഎയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറി കിണറുകളിലെ കുടിവെള്ളം ഉപയോഗശൂന്യമായിട്ടുണ്ട്. വയലുകളിൽ കൃഷി ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയാണ്. കണ്ണപുരം, പുഞ്ചവയൽ, ചെറുകുന്ന്, മാടായി, ഏഴോം, പട്ടുവം പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഇരിണാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിലവിലുള്ള RCB റെഗുലേറ്റർ മാത്രമായി നിലനിർത്തി ഉപയോഗശൂന്യമായ ഷട്ടർ മാറ്റി പുതിയ ഷട്ടർ സ്ഥാപിക്കുന്നതിനും പുഴയോരങ്ങൾ മൺതിട്ട കെട്ടി സംരക്ഷിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്നും എം വിജിൻ MLA സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. സർ, എന്റെ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും തീരദേശ പഞ്ചായത്തുകളാണ്. വേനൽക്കാലമായതിനാൽ ഉപ്പുവെള്ളം കയറി കിണറുകളിലെ കുടിവെള്ളം അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ നിലയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത 25 ഏക്കറിലധികം കൃഷി ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉപ്പുവെള്ളം കയറി നിലവിലുണ്ട്. കർഷകരുടെ നെല്ല്, ഉഴുന്ന്, പയർ കൃഷി പൂർണ്ണമായും നശിച്ചു സർ. ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായി രൂക്ഷമാണ്. മണ്ഡലത്തിലെ കണ്ണപുരം, ചെറുകുന്ന്, മാടായി, ഏഴോം, പട്ടുവം പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ്. മറ്റ് പഞ്ചായത്തുകൾ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ മുട്ടിൽക്കാപ്പ് RCBയുടെയും ബാപ്പുകൽ തോട്ടിന് കുറുകെ മുണ്ടപ്പുറത്ത് RCBയുടെയും എസ്റ്റിമേറ്റ് തയ്യാറായി ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ നട്ടിക്കടവ് RCBയുടെ 8 കോടി ബജറ്റിൽ പാസ്സായി. നടപടിക്രമങ്ങൾ അത് ആരംഭിക്കേണ്ടതുണ്ട് സർ. അതോടൊപ്പം ഇരിണാവ് RCB നേരത്തെ ഉപയോഗശൂന്യമായതാണ്. അപ്പോൾ ഉപയോഗശൂന്യമായ ഷട്ടർ മാറ്റി പുതിയത് ഷട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതും ഈ ഉപ്പുവെള്ള പ്രതിരോധത്തിന് വലിയ സഹായമാകും സർ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പദ്ധതികൾക്ക് തുക അനുവദിക്കാനും പുഴയോരങ്ങൾ മണൽത്തിട്ട കെട്ടിയും സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചുകൊണ്ടും അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് ഈ രൂക്ഷമായ പ്രശ്നം ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തുകളിലെ ഉപ്പുവെള്ള പ്രതിരോധ ബണ്ടുകളുടെ പ്രവൃത്തിക്ക് 4 കോടി രൂപ ഭരണാനുമതി നൽകുകയും ഇതിൽ 15 പ്രവൃത്തികളിൽ 9 എണ്ണം പൂർത്തീകരിക്കുകയും 5 പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറഞ്ഞു. ഉപ്പുവെള്ളം കയറുന്നപ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞത്. കൃഷി ഇടങ്ങൾ നഷ്ടപ്പെടുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. നിലവിലുള്ള RCBകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനും അതോടൊപ്പം റിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യമാകുന്ന തലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന മേഖലകളിൽ ഉപ്പുവെള്ള പ്രതിരോധ ആവശ്യാർത്ഥം മുട്ടിൽക്കാപ്പ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, മുണ്ടപ്പുറം RCB എന്നീ 2 പ്രവൃത്തികൾ വിഭാവനം ചെയ്തിരുന്നു. ഇതിൽ മുട്ടിൽക്കാപ്പ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും അനുബന്ധ രേഖകളും ജലസേചന വകുപ്പ് മുഖേന IDRBക്ക് സമർപ്പിച്ചിട്ടുണ്ട്. IDRBയിൽ നിന്നും ഡിസൈൻ ലഭ്യമാകുന്ന മുറയ്ക്ക് വിശദമായ പദ്ധതി തയ്യാറാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.